കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MP ഫണ്ട് തൃശൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി ഉപയോഗിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപണം. തൃശൂർ ജില്ലാ ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ലാബറട്ടറി സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് ആരോഗ്യവകുപ്പ് അനുമതി നൽകാത്തത്. സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഈ സുരേഷ് ഗോപി തൃശൂരിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പല പദ്ധതികൾക്കും സംസ്ഥാന സർക്കാർ വിലങ്ങുതടിയായി നിൽക്കുന്നു എന്ന വിമർശനം വളരെ മുൻപ് തന്നെ ഉയർന്നിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ ഈ സംഭവം. ഗൗതം, തീർച്ചയായിട്ടും. അതായത് രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് കേന്ദ്രമന്ത്രിയുടെ ഫണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MP ആയി വിജയിച്ചതിന് ശേഷമുള്ള BJPയുടെ തുടർച്ചയായിട്ടുള്ള ആരോപണമാണ്. ആ ആരോപണത്തിൻ്റെ അവസാന ഉദാഹരണമായി മാറുകയാണ് ഇപ്പോഴത്തെ സംഭവം. അതായത് 2025 ഫെബ്രുവരി 2-നാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ തൻ്റെ MP ഓഫീസ് തുറക്കുന്നത്. ഫെബ്രുവരി 5-നാണ് ഈ ഒരു സുപ്രധാനമായിട്ടുള്ള നടപടി, അതായത് തൃശ്ശൂർ ജനറൽ ആശുപത്രിയിൽ ലാബ് സ്ഥാപിക്കുന്നതിന് വേണ്ടി, മൾട്ടി സ്പെഷ്യാലിറ്റി ലാബറട്ടറി സ്ഥാപിക്കുന്നതിന് വേണ്ടി 33 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങുന്നത്. അതിനുശേഷം DMOയ്ക്ക് അടക്കം ഇതിൻ്റെ റിപ്പോർട്ട് വരികയും ജില്ലാ കളക്ടർക്ക് അടക്കം അതിൻ്റെ രേഖകളൊക്കെ കൈമാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ പണം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് 1 വർഷവും ഒരാഴ്ചയും പിന്നിടുകയാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ ഫയല്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഫയല് അത് തിരുവനന്തപുരത്ത് കെട്ടിക്കിടക്കുകയാണ്. ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ കിടക്കുകയാണ്. എന്തായാലും ഈ ഒരു ലാബറട്ടറി തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞാൽ അത് സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയായിട്ട് മാറും. കാരണം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ലാബറട്ടറിക്കാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അനുമതി നൽകിയിട്ടുള്ളത്. 33 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ലാബറട്ടറി അത് തൃശ്ശൂർ ജനറൽ ആശുപത്രിയിൽ സ്ഥാപിതമാകുന്നതോടുകൂടി സാധാരണ ജനങ്ങൾക്ക് അത് വലിയ ഉപകാരമാകുമെന്ന് അത് ആരോഗ്യ വകുപ്പിലെ ഉന്നതർക്കടക്കം അറിയാവുന്നൊരു കാര്യമാണ്. കാരണം കേന്ദ്രമന്ത്രിയുടെ ഇടപെടലിൽ ഒരു ലാബറട്ടറി വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഏതെങ്കിലും പ്രവൃത്തി വന്നാൽ അതിന് തടയിടുക എന്നുള്ളത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ഒരു പതിവ് നടപടിയാണ്. കാരണം ഇടത് യൂണിയനിൽപ്പെട്ടവർ പലരും ഇതിനുവേണ്ടി വിഘാതം നിൽക്കുന്നത് പലപ്പോഴായി നമ്മൾ അതിൻ്റെ തെളിവുകൾ സഹിതം ജനം TV പുറത്തു വിട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ലാബറട്ടറിക്ക് അനുമതി നൽകിയാൽ അതിന് ഫണ്ട് അനുവദിച്ച് 1 വർഷം പിന്നിടുമ്പോഴും അതിന് വേണ്ട മറ്റ് നടപടികളൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ വരുന്നത്. ഇതിൻ്റെ തെളിവുകൾ സഹിതം MPയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 1 വർഷമായിട്ടും ഇതിൽ ഒരു നടപടിയും ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് BJP ഇപ്പോൾ എന്തായാലും ഇതിപ്പോൾ ആദ്യ സംഭവമല്ല. സുരേഷ് ഗോപി MP തൃശ്ശൂരിന്റെ വികസനത്തിനായി നടപ്പാക്കുന്ന പല പദ്ധതികൾക്കും മുന്നിൽ വിലങ്ങുതടിയായി കേരളത്തിലെ ഇടത് സർക്കാർ നിൽക്കുകയാണ്. ഇപ്പോഴിതാ ജില്ലാ ആശുപത്രിയിൽ ഒരു ലബോറട്ടറി സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നതിന് പോലും ആരോഗ്യവകുപ്പ് തടസ്സം നിൽക്കുകയാണ്. സാനു കെ സജീവാണ് വിവരങ്ങളുമായി ചേർന്ന്.